കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. प्रभु का अति पवित्र नाम का महिमा हो. കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ദാനമായി നൽകി. अनुग्रह से प्रभु ने हमको और एक दिन दान स्वरूप दिया. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ വസിക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റൊന്നില്ല. हमें एक एक समय जो हमको मिलता है वो प्रभु के साथ संगति से बड़ा और कुछ भी नहीं है. കാരണം സങ്കീർത്തനം 16:11 വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. भजन संगीता 16 का 11 में हम पढ़ते हैं कि प्रभु परमेश्वर के साथ का संगति में उसका परिपूर्णता में है. അതെ, ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ പരമേശ്വരൻ്റെ ഉപസ്ഥിതിയും വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ദൈവത്തോടുള്ള ശരിയായ ബന്ധത്തിലായിരിക്കണം. इसके लिए प्रभु का वो उपस्थिति में सदा अगर हमें बना रहना है तो उनके साथ सही रिश्ता में बना रहना जरूरी है. നിശ്ചയമായും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യ പദവി അത് നമ്മൾ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. वास्तव में इतना बड़ा भाग्य पदवी जो हमको मिला है वो कितना भी वर्णन करेगा वो काफी नहीं है. നമുക്ക് ആ സ്വർഗീയ പിതാവിൻ്റെ കൂട്ടായ്മയിലേക്ക്, ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ തന്നു. वो स्वर्गीय पिता के साथ का संगति में बना रहने, उनके पास निकट आने का जो भाग्य पदवी है वो दिया, उसके लिए धन्यवाद. വീണ്ടും ജനിച്ചാൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിൽ വളരണം. नया जन्म पाए हुए हम लोग हर एक लोगों को मसीह में बढ़ना है. ഞാൻ ഒരുപാട് ഔട്ട്ലൈനൊന്നും പോകാതെ തന്നെ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. मैं ज्यादा आउटलाइन ना देते हुए डायरेक्ट विषय में मैं आना चाहता हूँ. നമ്മൾ നമ്മുടെ രക്ഷയിൽ നമുക്ക് ഓരോ ദിവസവും വളരണം. हमें हमेशा अपने उद्धार में हमें प्रतिदिन बढ़ना है. നമുക്ക് നമ്മുടെ വളർച്ച അനുസരിച്ചാണ് നമുക്ക് കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. क्योंकि हम जितना बड़ा बढ़ते जाते हैं उतने में हम वैसा हमें मालूम पड़ता है प्रभु के बारे में, तभी हम सही रीति से पहचान पाएंगे. നമ്മുടെ കർത്താവ് എത്ര മഹത്വവാനാണ്, हमारे प्रभु कितना महिमादायक है, അവിടുന്ന് എത്ര ശ്രേഷ്ഠനാണ്. वो कितना श्रेष्ठ परमेश्वर है. അത് നമ്മൾ വളരുന്നതനുസരിച്ചാണ് നമുക്കത് അറിയാൻ കഴിയുന്നത്. वो हम कितना बढ़ते हैं उसके हिसाब से हमें मालूम पड़ता है. അപ്പോൾ നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2:2 നമ്മൾ ഇന്നും ആധാരമായിട്ട് എടുക്കുന്നത്. आज भी हम पहला पत्रोस 2:2 को हम आधार में लेंगे. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. पढ़ेंगे. नए जन्मे हुए बच्चों के समान निर्मल आत्मिक दूध की लालसा करो ताकि उसके द्वारा उद्धार पाने के लिए बढ़ते जाओ. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാനുള്ള വലിയ വാഞ്ച നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. इसलिए परमेश्वर का दूध जो एकदम निर्मल दूध है उसको पीने का हमेशा एक गहरा आग्रह होना चाहिए. ഇന്ന് ദൈവവചനം നമുക്ക് ധാരാളമായി പ്രാപിക്കാനുള്ള ഉത്സാഹമുണ്ടോ? आज हमें प्रभु का वचन को गहराई से प्राप्त करने का आग्रह है क्या? ഈ തിരുവെഴുത്തുകളെ നമ്മൾ എത്രമാത്രം പ്രാപിച്ചാലും പ്രിയമുള്ളവരെ അത് അധികമാകുന്നില്ല. ये वचन को हम लोग कितना भी हम लोग प्राप्त करेंगे वो कभी भी ज्यादा नहीं होता. ഇന്നും അനേകർക്കും വേണ്ടും വണ്ണം ആത്മീയ ജീവിതത്തിൽ വളരാൻ കഴിയാത്തത് അല്ല, അവർ തെറ്റിപ്പോകുന്നതിന് കാരണം അവരുടെ തിരുവെഴുത്തിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. तो आज बहुत से लोगों को आत्मिक उन्नति हो नहीं पाता, बढ़ोतरी हो नहीं पाता, यहाँ तक कि लोग धोखे में भी गिर जाते हैं. वो क्यों है? वचन की अज्ञता की वजह से. നമുക്കറിയാം, മത്തായി 22:29 കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. मत्ती 22 में 22 का 29 में हम पढ़ते हैं. मैथ्यू 22 का 29 में प्रभु स्वयं वहाँ पर एक बात कहता है, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. तुम पवित्र शास्त्र और परमेश्वर की सामर्थ नहीं जानते, इस कारण भूल में पड़े हो. അപ്പോൾ ഹല്ലേലൂയ, തെറ്റിപ്പോകുന്നതിന് കാരണം അവര് ദൈവവചനത്തെ അറിയുന്നില്ല, ദൈവിക ശക്തിയെ അറിയുന്നില്ല. तो वो लोग भूल में हो या फिर गलत अवस्था में है. वो क्यों है? क्योंकि वो लोग प्रभु का सामर्थ को नहीं जानता, उनका वचन को नहीं जानता. പ്രിയമുള്ളവരെ, നമ്മൾ ആരും എന്താ പറയുക വളരുന്നില്ലെങ്കിൽ നമ്മളെ തെറ്റിക്കുവാൻ ശത്രുവിന് വളരെ എളുപ്പമുണ്ട്. तो अगर हमारे अंदर बढ़ोतरी नहीं होगा तो शैतान हमें धोखे में गिरा सकता है. അപ്പോൾ നമുക്ക് വളർച്ച പ്രാപിക്കണം, വളരേണ്ട കാര്യങ്ങൾ വളർച്ച പ്രാപിക്കണം. നമുക്കറിയാം, എബ്രായ ലേഖനത്തിലെ എബ്രായ വിശ്വാസികൾക്ക് അവർക്ക് ആ വളർച്ച ഇല്ലാഞ്ഞതിനെ കുറിച്ച് ലേഖകൻ വളരെ ദുഃഖിതനാണ്. हम देखते हैं कि इब्रानियों का पुस्तक में जो इब्रानी का लेखक है वो उस इब्रानी के उधर के दासों का सही रीति से बढ़ोतरी ना होने की वजह से वो दुखी है. അപ്പോൾ അവിടെ വായിക്കുന്നത് 5-ാം അധ്യായം 12 മുതൽ 14 വരെ, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. इब्रानियों का पुस्तक उसका 5 का 12 से 14 पढ़ेंगे. समय के विचार से तो तुम्हें गुरु हो जाना चाहिए था, तो भी आवश्यक हो गया है कि कोई तुम्हें परमेश्वर के वचनों की आदि शिक्षा फिर से सिखाए.
तुम तो ऐसे हो गए हो कि तुम्हें अन्न के बदले अब तक दूध ही चाहिए, क्योंकि दूध पीने वाले बच्चे को तो धर्म के वचन की पहचान नहीं होती, क्योंकि वह बालक है, पर अन्न सयानों के लिए है, जिनकी ज्ञान निद्राएं अभ्यास करते करते भले बुरे में भेद करने में निपुण हो गई है. അപ്പോൾ ഇവിടെ എബ്രായ വിശ്വാസികളെ സംബന്ധിച്ചും അവര് രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായിട്ടും ഇപ്പോഴും പിന്നെ വചനത്തിന്റെ ആഴമായ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കണം അവർ കഴിയുന്നില്ല. तो आज अभी देखो इब्रानियों का अवस्था उधर देखो, बोलो इतना साल हो गए प्रभु में आकर भी, लेकिन अभी भी प्रभु के वचन के गहराई की बातों को उन लोगों को समझ नहीं आया. ദൈവമക്കളെ, ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? लेकिन हे प्रियो, आज जो आप लोग जो भी बोलते हैं, क्या आप लोग समझ पा रहे हैं क्या? കാരണം വിശുദ്ധ തിരുവെഴുത്തിലെ വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. क्योंकि ये पवित्र शास्त्र का सबसे गहरा बातें हैं जो अभी हम कर रहे हैं. ഇത് ദൈവത്തിന് അത് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. और ये परमेश्वर को ये भाया कि इतना अद्भुत बातों को हमें प्रकट करके दे. അതുകൊണ്ട് തിരുവചനത്തിലൂടെ ഈ സത്യങ്ങളെ നമ്മൾ അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കുന്നതനുസരിച്ച് നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാവും. आमीन. और जितना हम लोग इसके आत्मिक गहराई को हम लोग समझेंगे, उतना हमारा आत्मिक बढ़ोतरी भी होगा. അപ്പോൾ ഇവിടെ പറയാണ്, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. तो वो सयाना भोजन जो है वो किन लोगों के लिए जो बड़ा हो चुके थे, जिनको सही गलत का फर्क समझकर जो धार्मिकता का वचन, वो बड़े हुए लोगों के लिए ही वो समझ सकते हैं, वो लोग ही समझ सकते हैं बात को. എനിക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നിസ്സാരമായ പല കാര്യങ്ങളും പലരും ചോദിക്കുകയുണ്ടായി. അവർക്ക് അതുപോലും മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ആഴമായ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവും? गए दिनों में कुछ फोन आते समय में कुछ आसान सवाल है, मतलब आदि शिक्षण का शुरुआत के बातों का ही लोग उनको उलझन में लोग फंसे थे. तो मैं सोच रहा था जब गहराइयों के विषय में जाऊंगा तो कैसा समझेंगे. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പലർക്കും വേണ്ടുവണ്ണം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് പലരുടെ ഫോണിലൂടെയും മനസ്സിലായി. तो और अभी मैं और हम जो कहने वाले विषयों को बहुत से लोगों को समझ में नहीं आ रहा है करके ये बात भी उनका बातचीत से मालूम पड़ा. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും വളരെ സ്ലോയിലും വളരെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഒന്നുകൂടെ വിശദീകരിച്ച് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുക. इसलिए मेरा यही आग्रह है कि मैं और थोड़ा धीमा जाऊं और थोड़ा अच्छे से स्पष्ट से वर्णन करके आप लोगों को समझाऊं. കാരണം ദൈവമക്കളെ, നിങ്ങൾ ഈ സത്യം ഒന്നും ആഴത്തിൽ മനസ്സിലാക്കണം. क्योंकि मैं चाहता हूं कि आप सब लोग ये बात गहराई में समझे. നിങ്ങൾ ഓരോ നിലയിലും നിങ്ങൾ ഓരോ ദിവസവും വചനത്തിലൂടെ നിങ്ങൾ വളരണം. हमेशा एक दिन वचन के द्वारा आप बढ़ना है. നമ്മൾ ചില കാര്യങ്ങൾക്ക് ശിശുക്കളായിരിക്കണം, എന്നാൽ നമുക്ക് അറിവിൽ ശിശുക്കളാകാൻ പാടില്ല. हमें कुछ बातों में हमें बचा रहना है, वो तो लिखा है, लेकिन जानकारी का विषय हो, प्रभु का वचन का पहचान का विषय में हो, वो सब बातों में हमें बढ़ा रहना है. കാരണം നമുക്ക് തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരണമെന്ന് പറഞ്ഞ വിഷയമാണ് വേറൊരു വിഷയമാണ്. क्योंकि हमें वापस बदल कर बच्चा होना है करके जब वो बात बोलते हैं वो अलग विषय के लिए है. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഞാനത് ഒന്ന് ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കുകൾ വായിപ്പിക്കാം. बस वो ग्रहण करने के लिए मैं बताना चाहता हूँ. 1 കൊരിന്ത്യർ 14:20. पहला कोरिन्थी उसका 14:20. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. पढ़ेंगे. हे भाइयों, तुम समझ में बालक न बनो, बुराई में तो बालक रहो, परंतु समझ में सियाने बनो. അപ്പോൾ നിങ്ങൾ ഇവിടെ ദേവദാസൻ പൗലോസിനെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. तो यहाँ पर पौलुस क्या कहता है, बुद्धि के विषय में तुम लोग बचपना या बच्चा ना बनो. അപ്പോൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളായാലുള്ള കുഴപ്പം എന്താ? बुद्धि में अगर बच्चा रहे तो क्या होगा? അതാ വലിയൊരു അപകടമാണ്. वो बहुत बड़ा दुर्घटना में ले जा सकता है. അതിന്റെ ഒരു പിന്നെ വളരെ ഡേഞ്ചർ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. उसका एक खतरनाक अवस्था क्या होगा, भयानक अवस्था क्या होगा, मैं बताना चाहता हूँ. നമ്മള് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, एफेसियों 4:14 में, Ephesians 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചെറിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളായിരിക്കരുത്. पढ़ेंगे. ताकि हम आगे को बालक न रहे, जो मनुष्यों की ठग विद्या और चतुराई से, उनके भ्रम की युक्तियों के और उपदेश के हर एक झोंके से उछाले और इधर उधर घुमाए जाते हो. इधर इस विषय में बालक ना रहे. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാല്, ഇന്ന് അനേക ഉപദേശങ്ങളുണ്ട്. ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം ശിശുവാണെങ്കിൽ എല്ലാം ശരിയായിട്ട് തോന്നി അവർ തെറ്റിപ്പോകാൻ പെട്ടെന്ന് തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. तो इधर का विषय क्या है कि बहुत सारे उपदेश है दुनिया में. तो अगर अभी भी अगर हम शिशु रहा, बच्चा रहा, तो क्या सब उपदेश सही है बोलकर हम लोग गलत फहमी में रहकर हवा के समान इधर उधर भटकते रहेंगे. ഇന്ന് രക്ഷിക്കപ്പെട്ട അനേകരും ഇങ്ങനെ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവര് അനേക ഉപദേശങ്ങളിൽ പട്ടുപോയി അവർ അവസാനം അവരുടെ ആത്മീയ വളർച്ചയില്ലാതെ
അവര് അവരെന്തായിരിക്കുന്നു, അവര് കുരുടന്മാരെ പോലെയായി, അല്ലെങ്കിൽ അവര് വളർച്ചയില്ലാത്തവരായി മാറി. तो आज बहुत से विश्वासियों का अवस्था ऐसा है, क्योंकि सब उपदेश सही है बोलकर सबको मानकर चलकर वो बचपना अवस्था को रखने की वजह से क्या हो गया, उपदेश का गलत उपदेशों में भी जाकर उधर ही वो लोग फंसकर इधर इधर भटक कर अभी भी वो लोग बच्चे का अवस्थे में बढ़ोतरी नहीं हो पा रहा, अंधापन का अवस्थे में है. പ്രിയമുള്ളവരെ, നമ്മള് ഒരു കാരണവശാലും അറിവിൽ ശിശുക്കളാകാൻ പാടില്ല. इसलिए हम लोग कभी भी हम लोग जानकारी विषय में या समझ के विषय में हम लोग शिशु ना बने. നമ്മൾ തിന്മയ്ക്ക് ശിശുക്കളായിരിക്കണം. हम लोग भलाई के लिए हमें, बुराई के लिए हमें बचा रहना है. എന്നാൽ നമ്മൾ ബുദ്ധിയിൽ നമ്മൾ മുതിർന്നവരാകണം. और समझ के विषय में आते समय हमें सयाना है. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ. तो ही हम लोग परमेश्वर के लिए उपयोगी पात्र बन सकते हैं. നമ്മള് റോമാലേഖനം 16:19 വാക്യം വായിക്കുമ്പോൾ रोमियो 16:19 में जब हम पढ़ते हैं, നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അതിന്റെ അവസാന ഭാഗം आखिरी भाग में बी पार्ट. परंतु मैं यह चाहता हूँ कि तुम भलाई के लिए बुद्धिमान परंतु बुराई के लिए भोले बने रहो. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം. ये है हमारा विषय. നമ്മൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം. तो जो भला है उसमें हम लोग ज्ञानी बने और जो बुराई है उसके लिए हम लोग क्या कर रहना है, भोले रहना है. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ആത്മീയ വളർച്ച എപ്രകാരമുണ്ട്? इसके लिए प्रिय आज हमारा आत्मिक बढ़ोतरी किस किस अवस्था में है? ഈ ദൈവവചനം നമുക്ക് ഏത് നിലയിൽ കൈക്കൊള്ളാൻ കഴിയുന്നു? क्या प्रभु के वचनों को किस अर्थ में हम ग्रहण कर पा रहे हैं? ഇന്നും നമുക്ക് നമ്മുടെ കർത്താവിനെ തിരിച്ചറിയുന്നതിലും ആ കർത്താവിനെ ആസ്വദിക്കുന്നതിലും നമുക്ക് എത്രമാത്രം അതിന് കഴിയുന്നുണ്ട്. आज हमें मसीह को पहचान के विषय में या मसीह को समझने के विषय में, मसीह में वचन का आनंद उठाने का विषय में कितना हम लोग बड़े हैं. പൗലോസ്ലീഹ തന്റെ ആത്മീയ ജീവിതത്തിൽ നമുക്കറിയാം, താൻ ഓരോ ദിവസവും താൻ മുമ്പോട്ട് ശക്തിപ്പെട്ട് ബലപ്പെട്ട് വളർന്നു വന്നു. हम देखते हैं कि पौलुस का आत्मिक जीवन की दौड़ में वो हर एक दिन बल पाकर बढ़ते जा रहा था. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 9:22 വായിക്കുന്നത്, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അറിവിലും മറ്റുള്ള ദൈവികമായ ആത്മശക്തിയിലൊക്കെ താൻ വളരെ ബലപ്പെട്ടു പോകുന്നു. प्रेरितों का कार्य उसका 9:22 में जब हम पढ़ते हैं, प्रेरितों का कार्य एक्ट्स 9:22. परंतु शाऊल और भी सामर्थ्य होता गया. അതിന്റെ ഫലമായിട്ട് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. और उसका फल क्या हुआ? बढ़ने की वजह से उसका आखिरी बात में लिखा है कि वो ये साबित करता रहा कि यीशु ही मसीह है. आमेन. ദൈവമേ, നമ്മൾ ഓരോ ദിവസവും സമയം അനുസരിച്ച് നമ്മൾ ശക്തിപ്പെടണം. നമ്മൾ അതിനകത്ത് നമ്മൾ കൂടുതൽ ആ അറിവിൽ ശക്തന്മാരായി തീരണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മൾ പ്രയോജനം ഉണ്ടായിത്തീരൂ. इसके लिए हमें हमेशा एक दिन हमें बढ़ते रहना है. ज्ञान के विषय में, भलाई की बातों में, उस सब में हमें बढ़ोतरी पाकर उसमें बुद्धिमान बनकर सामर्थ्य बनना है. तो ही हम लोग प्रभु के लिए उपयोगी हो सकते हैं. നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മൾ എത്രമാത്രം അറിയുന്നുണ്ട്? वास्तव में हम अपना प्रभु को कितना रीति से हम जानते हैं? ഇന്നലേക്കാൾ ഇന്ന് നമുക്ക് കർത്താവിനെ കൂടുതൽ ആഴത്തിൽ അറിയാൻ കഴിയുന്നുണ്ടോ? कल से भी ज्यादा आज हमको प्रभु को और गहराई से जानने को मिला क्या? പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ അറിയുന്നതനുസരിച്ചാണ് നമ്മൾ കർത്താവിന് പ്രയോജനപ്പെടുന്നത്. हम लोग कितना हम प्रभु को जान पाते हैं, उसके हिसाब से हम प्रभु के लिए उपयोगी हो सकते हैं. 2 തിമോത്തി 1:12 അവസാനം പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പറയുന്ന സാരം, ഞാൻ എന്റെ കർത്താവിനെ അറിയുന്നു. दूसरा तिमोथी उसका पहला अध्याय उसका 12 वाक्य में वो कहता है कि मैं जानता हूँ जिस पर मैंने विश्वास किया है. നമുക്ക് ഈ കർത്താവിനെ എത്രമാത്രം അറിയാൻ കഴിയുന്നുണ്ട്? इसलिए मैं ये प्रभु को मैं कितना जान चुका हूँ. ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഒരു പ്രതികൂലത്തിലും ഭയപ്പെടാതെ താൻ ധൈര്യമായി മുന്നോട്ട് പോയത്. वो प्रभु को सही रीति से जान पाया. इसके लिए कोई भी प्रतिकूल या ऐसा परिस्थिति है जो उसका विरुद्ध हो, वो धैर्य से उसको सामना करने को हो पाया. ഇന്ന് നമുക്ക് കഴിഞ്ഞ നാളുകളെക്കാൾ അധികമായി എനിക്ക് എന്റെ കർത്താവിനെ അറിയാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുമോ? इसलिए हे प्रियो, गए दिनों से आज मुझे मेरा प्रभु को अधिकतर ज्यादा जानने को मिला है करके ऐसा गवाही हम दे पाएंगे क्या? കാരണം ഈ ശരിയായ അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവവചനമാണ്. क्योंकि ये सही जानकारी या जो प्रभु का पहचान के बारे में जो समझ हमको दिया प्रभु ने दिया है. ദൈവവചനത്തിലൂടെയാണ് നമുക്ക് അതിന്റെ ആ അറിവ് ലഭിക്കുന്നത്. प्रभु का वचन के द्वारा है वो जानकारी हमको और अधिक मिलता है. നമുക്ക് 2 തിമോത്തി 3:16 വായിക്കുമ്പോൾ, दूसरा तिमोथी 3 अध्याय उसका 16-17 पढ़ते समय में, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അപ്പോൾ എല്ലാ സൽപ്രവൃത്തിയിലും തികഞ്ഞവനാകുവാൻ തക്കവണ്ണം അവനെ തികഞ്ഞവനാക്കി മാറ്റുന്നത് തിരുവെഴുത്താണ്, ദൈവവചനമാണ്. तो 16 पढ़ते समय में परमेश्वर के सभी वचन जो परमेश्वर का श्वास है, परमेश्वर के प्रेरणा से लिखा हुआ है, जिसका फायदा क्या है? वाक्य 17 पढ़े.
ताकि परमेश्वर का जन सिद्ध बने हाँ। और हर एक भले काम के लिए तत्पर हो हाँ, जाए। तो परमेश्वर का जन सिद्ध हो जाए और भले कार्य के लिए तत्पर बने रहने का मदद कौन करता है? परमेश्वर का वचन। അപ്പൊ ഈ വചനത്തിലൂടെ നമുക്ക് വളരാൻ കഴിയുന്നേ. तो वचन के द्वारा ही हम लोग बढ़ सकते हैं। അതാണല്ലോ പത്രോസ് പറഞ്ഞത്. यही तो पत्रोस ने भी कहा, നമ്മള് ഈ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വേണം വളരാൻ. हमें जो वचन जो निर्मल दूध है उसको हम लोग पीकर हमें बढ़ना है। അപ്പൊ നമുക്ക് ലഭിക്കുന്ന ഈ വചനം നമ്മൾ കുടിക്കുന്നുണ്ടോ? इसलिए जो मिला हुआ वचन को हम पी पा रहे हैं क्या? ഈ വചനം നമ്മൾ ഭക്ഷിക്കുന്നുണ്ടോ? ये वचन को हम खा पा रहे हैं क्या? ഇത് നമ്മൾ കേട്ടാൽ മാത്രം പോരാ, അതിനെ കുടിക്കണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഭക്ഷിക്കണം. यस, ये इसको हम लोग केवल सुनने वाले ना बने, लेकिन इसको पीने का अनुभव और इसको खाने का अनुभव में भी हमें रहना है। എന്ന് പറഞ്ഞാല് അതാ യാക്കോബ് അതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞല്ലോ. നമ്മൾ പലപ്പോഴും കേൾക്കും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ കുടിക്കുന്ന തിന്നുന്ന അനുഭവം तो ഉണ്ടാകുന്നില്ല. इसके लिए ये याकूब तो यही तो कहता है, हम लोग बहुत बार सिर्फ सुनने वाले हो जाते हैं, लेकिन ये वचन को हमारे जीवन में अनुभव में लाने के लिए, उसको प्रयोजन हो जाने के लिए उसको खा रहा है या पी रहे नहीं है हम। അപ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് യാക്കോബ് 1:22 എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. 1:22 परंतु वचन पर चलने वाले बनो और केवल सुनने वाले ही नहीं जो अपने आप को धोखा देते हैं। അപ്പോൾ നമ്മൾ വചനം ചെയ്യുന്നവരായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ കുടിക്കുന്നു തിന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വചനത്തെ പ്രമാണിക്കുന്നു എന്നാണ് അതിന്റെ സാരം. तो हम लोग वचन को करने वाले भी होने चाहिए। मतलब क्या, उस वचन को हमें खाना भी है, पीना भी है। मतलब कहने का उद्देश्य है वचन को हमारे प्रतिदिन जीवन में लागू लाने का हिसाब से जीना है। നമ്മൾ വചനം കേട്ടു, वचन तो सुन लिया, നല്ല വചനമാ, अच्छा वचन है, നമുക്കത് പ്രാവർത്തികമാക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വാസ്തവത്തിൽ നമ്മളെ തന്നെ ചതിക്കുക. लेकिन हमारे जीवन में उसका अनुभव अगर हमको नहीं मिल रहा है तो क्या होगा? हम वास्तव में अपने आप को धोखा दे रहे हैं। അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കേൾക്കുന്ന വചനത്തെ നമ്മൾ പ്രമാണിക്കണം. इसके लिए हम एक एक दिन हमें क्या करना है? जो सुनने वाला वचन को करने का अवस्थे में भी आना है। നമ്മൾ വചനം കേട്ടിട്ട് അതിനെ അനുസരിക്കാത്തിടത്തോളം കാലം നമ്മളെ തന്നെ ചതിക്കുകയായി. हम लोग वचन को हम लोग सुनते हैं, लेकिन वो वचन का आगे का पालन नहीं करेंगे तो हम अपने आप को धोखा दे रहे हैं। അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഓരോ ദിവസവും കേൾക്കുന്ന വചനാനുസരണം നമുക്ക് മനം തിരിയുവാൻ, നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? इसलिए वचन को हम सुनते समय में हम लोग मन फिरने के लिए अपने आप में सुधार लाने का बातों में इस तरह की बातें करने हो पा रहे हैं क्या? ഇന്നും കർത്താവിന് വേണ്ടി ശക്തിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? आज भी हमें मसीह में बल पाकर आगे बढ़ने क्यों नहीं हो पा रहा? നമ്മൾ വേണ്ടും വണ്ണം ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്നില്ല. हम लोग सही रीति से पवित्र जीवन जी नहीं पा रहे। നമ്മൾ ദൈവവചനത്തിൽ നിലനിൽക്കുന്നില്ല. हम प्रभु का वचन में बने नहीं रह रहे। ആ വചനം നമ്മൾ പ്രമാണിക്കുന്നില്ല. वो वचन को हम मान नहीं रहे। അങ്ങനെ വരുമ്പോൾ നമുക്ക് ബലപ്പെടാൻ, ശക്തിപ്പെടാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയില്ല. अगर ऐसा रहेगा तो प्रभु के लिए फायदा होकर हम लोग आत्मिक बढ़ोतरी में नहीं होने होगा। നമുക്കറിയാം, ദാനിയേൽ 11:32 വായിക്കുന്നുണ്ട്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. दानियल का पुस्तक उसका 11:32 में हम पढ़ते समय में, दानियल 11:32, जो परमेश्वर को जानता है वो याव बांधकर बड़े बड़े काम करेगा. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കർത്താവിനെ അറിയുന്നതനുസരിച്ചാണ് നമ്മൾ കർത്താവിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്നത്. इसलिए प्रभु का वचन का कितना गहरा ज्ञान हमको मालूम है, वो समझ के हिसाब से प्रभु हम लोग को बड़े बड़े कार्य के लिए इस्तेमाल कर सकते हैं। മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ये बात हमको समझना है। അല്ലേ, നമുക്കറിയാം, ആ ദാനിയേലിന്റെ പുസ്തകത്തില് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ദൈവത്തെ അറിഞ്ഞു, അതുകൊണ്ടാണ് അവർക്ക് 7 മടങ്ങ് തീ വർദ്ധിപ്പിച്ചിട്ടും ഭയം കൂടാതെ തീയിലേക്ക് പോകാനായിട്ട് അവരെ സന്നദ്ധരായത്. तो अब देखो उस दानियल का पुस्तक में शद्रक मेशक और अबेदनगो का जीवन में भी देखो, उस आग को जब 7 गुना उसको बढ़ाने के बाद भी वो लोग एकदम धैर्य से उसके सामने खड़ा रहने हुआ, क्योंकि वचन के आधार पर लोग जिए। അവര് ദൈവത്തെ അവർ അറിഞ്ഞു. वो लोग परमेश्वर को सच्ची रीति में जान लिया। അവർ പറയുന്നത് ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. वो कहते हैं कि हमारा परमेश्वर हमें बचा सकता है। ദാനിയേൽ 3:17 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാനത് എല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല, സമയക്കുറവുണ്ട്. दानियल 3:17 में उधर सब बातें स्पष्टता में किया है, मैं वचनों को नहीं ले रहा। ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തെ അറിയുന്നെങ്കിൽ ഒരു പ്രതികൂലത്തെയും ഭയപ്പെടാതെ, നമ്മുടെ ദൈവം ആരാണ്, അവൻ എത്ര വലിയവനാണ്, ഈ അറിവാണ് നമുക്ക് ഏത് പ്രതികൂലത്തെയും അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. तो इसके लिए हर परिस्थितियों में, हर कठिन क्लेशों में, अवस्था में मेरा प्रभु कौन है, वो प्रभु का पहचान ही है हमें सामर्थ्य देकर उससे हमें परिस्थितियों से हमें बचता है। അവര് രാജാവോട് പറയുന്നത് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അഥവാ ഇനി വിടുവിച്ചില്ലെങ്കിലും അങ്ങനെ മരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഞങ്ങൾ മരിക്കാൻ തയ്യാറായി. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാണനെ ഒഴുക്കി കളയാൻ ഞങ്ങൾ तैयार। तो वो लोग क्या, राजा को वो लोग क्या कहा शद्रक मेशक अबेदनगो ने कि देखो हम अपने परमेश्वर को जानते हैं, वो हमें बचाने के लिए सामर्थ्य है। यदि अगर वो नहीं बचाएगा तो भी हम लोग आप इस मूर्ति के सामने दंडवत नहीं करेंगे, क्योंकि परमेश्वर का इच्छा है कि यदि कि हम इधर ही आग में अगर मर जाए तो परमेश्वर की इच्छा ऐसा होने दो। तो वो लोग ने अपने प्राण को प्रिय नहीं जाना, बल्कि उसको बहने के लिए वो लोग ने
मौका खोला। എത്ര എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. कितना श्रेष्ठ अनुभव है ये। അപ്പോൾ കർത്താവ് 1 ശമൂവേൽ 2:30 വായിക്കുന്ന പോലെ എന്നെ മാനിക്കുന്നത് ഞാൻ മാനിക്കും. पहला शामुएल 2:30 में हम पढ़ते हैं कि जो मुझे आदर करता है मैं उसका आदर करूंगा। അപ്പോൾ ദൈവത്തെ അവർ ബഹുമാനിച്ചു, वो लोग प्रभु को असम्मान किया, ദൈവത്തിന് മഹത്വം കൊടുത്തു, प्रभु को महिमा दिया। അതുകൊണ്ട് നമുക്കറിയാം അവര് ആ തീക്കുണ്ടത്തിൽ എത്തുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവ് അവിടെ എത്തിയിരുന്നു. लेकिन आप देखते हैं कि उन लोग उस आग के गुट में जैसे ही उधर पहुंचते समय में हम देखते उधर प्रभु एक उधर था। പ്രിയമുള്ളവരെ, എത്ര വലിയ കാര്യമാണ്. दो कितना बड़ी बात है। അതേ കാര്യം തന്നെ ദാനിയേൽ 6-ാം അധ്യായത്തിൽ ദാനിയേലോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നില്ലേ? वही बात हम दानियल का पुस्तक उसका 6 अध्याय में भी दानियल के बारे में हम देखते हैं। അവര് ഒരു മാസത്തോട് രാജാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് നിത്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാനിയേൽ ഒരിക്കലും ആ തന്റെ ദൈവിക നിയമത്തെ, ദൈവത്തോടുള്ള ബന്ധത്തെ താൻ ഒരിക്കലും ഉലയുവാൻ സമ്മതിച്ചില്ല. तो उधर उन लोग ने जब कानून लाया कि आज से हम सब लोग राजा को ही प्रार्थना करना है, ऐसा कानून और व्यवस्था लाते समय में उस बीच में ये दानियल जो सदा से परमेश्वर को ही प्रार्थना करते आ रहा था, ये कानून को देकर डर कर उसने अपना व्यवस्था को बदला नहीं। जैसा वो पहले प्रार्थना करता था उस दिन भी वैसे ही प्रार्थना किया। ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും അവരെ അനുസരിക്കുവാനായിട്ട് ദാനിയേൽ തയ്യാറായി. तो 1 महीने से जब वो लोग कोशिश करते समय में 1 महीना छोड़ो, उसमें से 1 दिन भी दानियल राजा को दंडवत करके प्रार्थना करने का 1 दिन भी उसमें बदलावट नहीं आया। प्रभु की स्तुति അവര് हो। തീരുമാനിച്ചത് ഒരു മാസം രാജാവിനോട് പ്രാർത്ഥിക്കണം. वो लोग ने क्या बोला था, आज्ञा दिया था कि 1 महीना तुम लोग राजा से प्रार्थना करना है। ഒരു മാസം പോയിട്ട് ഒരു ദിവസം ഒരു നേരം പോലും രാജാവിനോട് പ്രാർത്ഥിക്കുവാൻ ദാനിയേൽ തയ്യാറായില്ല. लेकिन वो 1 महीना छोड़ो, 1 दिन भी नहीं, 1 दिन में छोड़ो, 1 बार भी कम से कम राजा से प्रार्थना कर उस विषय में तैयार नहीं था। എന്തുകൊണ്ടാ? क्यों ऐसा? ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. क्योंकि परमेश्वर का जन को जो सही रीति से जानता है वो बढ़ोतरी पाकर वो लोग वीरता में जीता है। പൗലോസിനെ എന്തുകൊണ്ട് പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടില്ല പ്രിയമുള്ളവരെ? पौलुस क्यों है परिस्थितियों को देखकर वो डरा नहीं? അവിടെ തടവുണ്ടാകും, മരണമുണ്ടാകും എന്നൊക്കെ കേട്ടപ്പോഴും പൗലോസ് പറഞ്ഞ എന്താ അറിയാമോ? प्रेरितों का कार्य में हम पढ़ते हैं कि जब उसको मालूम था कि वो पकड़ाया जाएगा, यहाँ तक कि मरना भी पड़ेगा, जब उसको मालूम पड़कर भी वो डरा नहीं, घबराया नहीं। പ്രവാചകന്മാരെ വന്ന് പ്രവചിച്ചു, भविष्यवक्ता लोग आकर भविष्यवाणी किया। നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 11-ാം വാക്യം, Acts 21 का 11 10 വായിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ അവിടെ വന്നു. हाँ, उसका 10वां वाक्य में देखो, अगबोस नाम का एक भविष्यवक्ता वहां पर आया। അവൻ വന്നിട്ട് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളെ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. और वो उसने क्या किया, पौलुस में कमर में कसा हुआ बेल्ट को उसने खींच कर कहा कि जो कोई भी ये बेल्ट का जो अधिकारी है उसको पवित्र आत्मा ने मुझे बताया कि वो यरूशलेम में यहूदियों के द्वारा पकड़ाया जाएगा और वो अन्य जाति के हाथ में छोड़ा दिया जाएगा। എന്നാൽ യെരൂശലേമിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കണമെന്നുള്ളത് പൗലോസിനെ കുറിച്ച് ദൈവഹിതമായിരുന്നു. लेकिन यरूशलेम में भी जाकर वो प्रभु का गवाह बने, ये परमेश्वर की इच्छा था। അവരെല്ലാവരും അവിടെയുള്ള വിശുദ്ധന്മാരെല്ലാവരും കരഞ്ഞ് പൗലോസിനോട് അപേക്ഷിച്ചു. तो उधर के विश्वासी लोगों ने सब लोग रोकर गिड़गिड़ा कर वो लोग ने पौलुस को अपेक्षा किया कि तू मत जा। എന്നാൽ പൗലോസ് എന്താ പറയുന്നത്? लेकिन पौलुस क्या कहता है അതിന്റെ 13-ാം വാക്യം, वाक्य 13 में, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 13 पढ़ेंगे। तुम क्या करते हो कि रो रो कर मेरा दिल तोड़ते हो? मैं तो प्रभु यीशु के नाम के लिए यरूशलेम में न केवल बांधे जाने ही के लिए पर मरने के लिए भी तैयार हूँ। എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. मूल्यवान बात है ये। കാരണം എന്താണ്? कारण क्या है? യഥാർത്ഥ വിളിയുള്ളവൻ, യഥാർത്ഥ വിളി സ്വീകരിച്ചവൻ കർത്താവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവനായിരിക്കണം. क्योंकि जो सच्ची में प्रभु का बुलावट पाया है और वो बुलावट पाकर प्रभु के पीछे होने के लिए निर्णय लेने वाला व्यक्ति अपना प्राण को ठुकरा कर जीने का अवस्था में पहुंचना चाहिए। Praise the Lord. प्रभु की स्तुति हो। ഇത് ചുമ്മാ ചക്കാത്തി കിട്ടുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. ഈ ചക്കാത്തി ഈ ശിക്ഷത്വം അത് ഫ്രീ അല്ല പ്രിയമുള്ളവരെ. तो ये कोई हल्का वाला बात नहीं है कि अपना मनमर्जी से जी का सुकून का जीवन जिए, ऐसा नहीं। क्योंकि चेलेपन का अवस्था बोलो तो एक बहुत ही कठिन रास्ता है। രക്ഷാദാനമാ, उद्धार दान स्वरूप है, അത് വിശ്വസിച്ചാൽ കിട്ടുന്നതാണ്. वो विश्वास के द्वारा हमको मिल चुका है। ശിക്ഷത്വം വില കൊടുക്കേണ്ട ഒരു കാര്യം. लेकिन चेलापन में जीना है तो उसको दाम देना पड़ेगा। ആ ശിക്ഷന് മാത്രമേ ഗുരുവിനെ പോലെ ആയിത്തരാൻ കഴിയൂ. सिर्फ वो चेला ही गुरु के समान बन सकता है। അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന വിളി ലഭിച്ച ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ശിക്ഷത്വം ഏറ്റേ പറ്റും. तो इसलिए जो वास्तव में प्रभु का बुलावट पाया हुआ विश्वासी, उसको चेलेपन का जिम्मेदारी उठाना जरूरी है। ഇന്ന്
കൂട്ടായ്മകളിൽ വിശ്വാസികളും ഉണ്ട്, ശിഷ്യന്മാരും ഉണ്ട്. क्योंकि आज संगति में हम देखते समय में विश्वासी एक तरफ है और चेले एक तरफ है. ഇത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത്. दो प्रकार का ग्रुप लोग है. അല്ലാത്ത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മെമ്പേഴ്സും ഉണ്ട്. और उसके अलावा अलग अंग लोग भी है, सदस्य लोग भी है जो सिर्फ अंग बनने के लिए आते हैं. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു കുറെ കൂട്ടം വിശ്വാസികളുടെ ലേബൽ ഒട്ടിച്ച കുറെ പേരുണ്ട്. कुछ लोग ऐसे सिर्फ नामधारी के लिए विश्वासी, हम विश्वासी है बोलकर बस एक लेबल डाल के रखा है. അവര് സ്നാനപ്പെട്ടവരാണ്, കർത്തൃമേശ പങ്കെടുക്കുന്നുണ്ട്, ഭയങ്കര സാക്ഷ്യമുണ്ട്, എല്ലാം ചെയ്യും. പക്ഷേ കർത്താവ് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല. लेकिन वो लोग क्या किया, बपतिस्मा लिया है, प्रभु का बेच लेते हैं, गवाही भी अच्छा देते हैं, लेकिन प्रभु का आत्मा नहीं पाए हैं. ലോർഡ് ജീസസ്. വിശ്വസിച്ച് വീണ്ടും ജനിച്ചിട്ട് അതേ അളവിൽ ശിശുക്കളെ പോലെ ജീവിക്കുന്ന അനേകരുണ്ട്. इसलिए उसी तरह विश्वास होकर नया जन्म प्राप्त करने के बाद वही अवस्थे में अभी भी बचपना अवस्थे में जीने वाला विश्वासी भी बहुत सारे हैं. 20 വർഷമായിട്ട് വരുന്നു പോകുന്നു എന്നല്ലാണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാല് ആ വീണ്ടും ജനിക്കാത്ത ആത്മാവില്ലാത്തവരെ പോലെ ഒരു സാക്ഷ്യം പറയാൻ പോലും പല വിശ്വാസികൾക്കും കഴിയുന്നില്ല. 20 साल हो गया मसीह में आकर, लेकिन उनका अवस्था देखो अभी भी बच्चापन का अवस्थे में वो नया जन्म नहीं पाया. लेकिन नामधारी जैसा जीने वाले वो लोग बड़े बड़े गवाही देते, उनके समान भी छोटा गवाही भी देने को नहीं हो पा रहा. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. इस तरह के विश्वासी भी है. കാരണം അവര് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷെ എന്തില്ല, വളർച്ചയില്ല. लेकिन क्या ये लोग का अवस्था क्या है, वो लोग नया जन्म पाए हैं, प्रभु का आत्मा पाए हैं, लेकिन बढ़ोतरी नहीं हो पा रहा. എന്നാൽ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ദൈവവേദൻ, लेकिन एक सच्चा नया जन्म पाया हुआ प्रभु का ഓരോ ദിവസവും ശിഷ്യത്വത്തിലേക്ക് വളരും. वो हमेशा चेलेपन का सेवा में वो बढ़ेगा, അവന് ഗുരുവിനെ പോലെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം. क्योंकि उसको गुरु के समान बनने का आग्रह है. അതിനുവേണ്ടി എന്ത് ചെയ്യണം? उसके लिए क्या करना होगा, പ്രാണനെ ത്യജിക്കണം, प्राण को ठुकराना पड़ेगा. അങ്ങനെ ഒരു നല്ല ശിഷ്യനാണ് പൗലോസ്. उस तरह एक अच्छा चेला है पौलुस. പൗലോസിനെ പറയുന്നത് യെരൂശലേമിൽ ചെന്ന് ബന്ധിക്കപ്പെടുമെന്ന് നിങ്ങൾ പറയുന്നു, ബന്ധിക്കപ്പെടാൻ മാത്രമല്ല ഞാൻ അവിടെ കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കുക. तो पौलुस क्या कहने लगा, तुम लोग बोल रहे हो यरूशलेम में तो मैं सिर्फ पकड़ा जाऊंगा, लेकिन सिर्फ पकड़ा जाने के लिए नहीं, प्रभु के लिए एक अच्छा गवाह बनकर मरने के लिए भी मैं तैयार हूँ. തന്റെ ജീവിതത്തിലൂടെ അത് താൻ ആ കാര്യം തെളിയിച്ച ജീവിച്ചു. और अपना जीवन में वो साबित करके वो जिया. അതാ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിതം. वही है तो एक सच्चा मसीह भक्त का जीवन. കാരണം നമുക്കറിയാം, പിന്നെ അപ്പോസ്തലപ്രവൃത്തി 15:25 വായിക്കുന്നത്, प्रेरितों का कार्य उसका 15:25 में അവിടെ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസും പൗലോസും പ്രാണത്യാഗം ചെയ്തവരാണ് അവർ. पढ़ेंगे 25-26 उसका 25-26 में है, उसका 26 पढ़ना. ये ऐसे मनुष्य है जिन्होंने अपने प्राण हमारे प्रभु यीशु मसीह के नाम के लिए जोखिम में डाले. हाँ, ये ऐसा मनुष्य मतलब बरनबास और पौलुस के बारे में गवाही देखो. അപ്പോൾ അവര് കർത്താവിനെ രുചിച്ചറിഞ്ഞു. वो लोग ने प्रभु को चक्कर जाना. നമുക്കറിയാം, ഇന്നും കർത്താവിനെ കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തതാണ് വിശുദ്ധമായ ജീവിതത്തിലെ പരാജയ ജീവിതത്തിന് കാരണം. आज विश्वासियों को सही रीति से प्रभु का पहचान ना होने की वजह से उनका आत्मिक जीवन में हार का कारण बन जाता है. ഇന്നും അനേക വിശ്വാസികളും കർത്താവിനെ അറിയേണ്ടവണ്ണം അറിയുന്നില്ല. आज भी बहुत से विश्वासी लोग प्रभु को जिस रीति से जानना चाहिए वो लोग नहीं जाने. ആ അറിവിൽ വളരണമെന്നുള്ള ആഗ്രഹമില്ല. जिस जानकारी उनको मिला है उस जानकारी में बढ़ना वो लोग नहीं चाहते. പ്രിയമുള്ളവരെ, കർത്താവിനെ ശരിയായി നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ കഴിയും. अगर प्रभु को अगर सही रीति से अगर हम पहचान पाए तो वास्तव में उस प्रभु के लिए अपने जीवन को भी अर्पण करने का तैयार हो जाएंगे. നമുക്കറിയാം, കർത്താവ് തന്നെ ഒരിക്കല് മത്തായി 16:13-13 വായിക്കുമ്പോൾ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. मत्ती का सुसमाचार उसका 16 अध्याय वाक्य 13 में प्रभु वहां पर अपने चेलों से पूछ रहे हैं कि लोग मनुष्य पुत्र के बारे में क्या कहता है. അപ്പോൾ അവര് ഉത്തരം പറയുകയാണ്. അതിന്റെ 14 വാക്യം, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തരോ എന്നും പറയുന്നു. तो लोग का उसका जवाब क्या था. वाक्य 14 में कुछ लोग कहता है कि तुम यूहन्ना बपतिस्मा हो, कुछ कहते हो तुम एलिया हो, कुछ कहते हो तुम यिर्मयाह हो, कुछ कहते हैं कि तुम अन्य भविष्यवक्ता है. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? फिर प्रभु ने चेलों से पूछा, लेकिन तुम मेरे विषय में क्या कहते हो. ഒട്ടനെ പത്രോസ്, നമുക്കറിയാമല്ലോ പത്രോസിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും മുൻപന. अगला वाक्य में देखो, तुरंत पत्रोस जवाब देता है. हम जानते हैं पत्रोस तो हमेशा तुरंत और पहला जवाब देने वाला व्यक्ति है. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. तू जीवित परमेश्वर का मसीह है, जो जीवित परमेश्वर का पुत्र मसीह है. അതിന് ഉത്തരമായി കർത്താവ് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? उसका जवाब प्रभु ने क्या दिया. യേശു അവനോട്, यीशु से कहा, ബർയോന ശിമോനെ നീ ഭാഗ്യവാൻ,
हे बरो शिमोन, तू भाग्यशाली है, धन्य है, ജഡരക്തങ്ങളല്ല मांस और लहू ने नहीं, സ്വർഗസ്ഥനായ എന്റെ പിതാപത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. मेरा स्वर्गीय पिता ने है जो तुझे ये बात प्रकट किया है. Praise the Lord. Praise the Lord. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. प्रभु के बच्चों में आपसे एक बात कहना चाहता हूँ. നിങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾ ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ദൈവം തന്നെ അത് വെളിപ്പെടുത്തി തരണം. अगर प्रभु का वचन को सही रीति से अगर हमें जानना है तो प्रभु स्वयं भी हमको प्रकट करके देना पड़ेगा. തിരുവെഴുത്തിനെ എത്രമാത്രം നമുക്ക് വെളിപ്പെട്ട് കിട്ടുമോ അതനുസരിച്ചായിരിക്കും നമ്മുടെ വളർച്ച. प्रभु को जिस वचन को किस रीति से हमको समझ पाए, जान पाए, उसके हिसाब से हमारा बढ़ोतरी होगा. ഇവിടെ ഇന്ന് നമ്മുടെ തിരുവചനത്തിലുള്ള ആ പ്രകാശനം അതിന്റെ വെളിപ്പാട് നമുക്ക് എത്രമാത്രം ഉണ്ട്. इसलिए आज हम लोग प्रभु का इस वचन का उस प्रकटीकरण के विषय में, वो प्रकाश के विषय में कितना जानकारी आज हमें. ആ വെളിപ്പാടനുസരിച്ചായിരിക്കും നമ്മുടെ ക്രിസ്തീയത്തിന്റെ ആ ശക്തമായ മുന്നേറ്റം. वो प्रकटीकरण के हिसाब से रहेगा. हमारा आगे वाला जीवन का जीवन एकदम बलवंत होकर ये शक्ति से कार्य कर पाएंगे. നമുക്കറിയാം, എഫേസോസ് സഭയ്ക്ക് വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിച്ച ഒന്നാമത്തെ പ്രാർത്ഥന അവർക്ക് ഈ പ്രകാശനം ലഭിക്കാൻ വേണ്ടിയായിരുന്നു. तो एफेसुस मंडली के लिए पौलुस का जो पहला प्रार्थना में वहां पर हम देखते हैं कि उनका आंखों का प्रकटीकरण खुल जाए, नजर से देख सके, आत्मिक नजर से देख सके, ये था उनका प्रार्थना. നമുക്കറിയാം, ഈ എഫേസ്യ ലേഖനം അത് കാരാഗ്രഹ ലേഖനമാണ്. അത് താൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുകയാണ്. എന്നാൽ എഫേസ്യത്തിലുള്ള സഭയെ കുറിച്ച് തനിക്ക് എത്രമാത്രം ഏറിയ വാഞ്ചിയാന്ന് നോക്കി. हम देखो एफेसुस मंडली को जब लिखते समय में वो कालकोठरी में है, जेल में है, और तो भी ऐसा परिस्थिति और कठिन अवस्था में भी एफेसुस मंडली के लिए पौलुस का नजरिया देखो, किस गहरे नजर से वो उनके लिए पत्र लिख रहा है. അവർക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കുന്നത്? उनके लिए क्या प्रार्थना किया एफेसुस मंडली को? അതിന്റെ 1-ാം അധ്യായം 17-18 വാക്യം. उसका पहला अध्याय 17 और 18. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇടുന്നു. അപ്പൊ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. पढ़ेंगे 17-18. हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है तुम्हें अपनी पहचान में ज्ञान और प्रकाश की आत्मा दे और तुम्हारे मन की आंखें ज्योतिर्मय हो कि तुम जान लो कि उसकी बुलाहट की आशा क्या है. हाँ, तो तुम्हारे मन की आंखें वो प्रकाशितमय करे ताकि वो तुम जान सको वो कौन है. അപ്പോൾ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. तुम्हारे मन की आंखों को, वो दृष्टि को खोल दे. ഇന്ന് അനേകരുടെ ഹൃദയദൃഷ്ടിക്ക് എന്ത് സംഭവിച്ചു? आज बहुत से मन की दृष्टि को, नजर का अवस्था क्या हो गया है? അവര് കാണേണ്ടും വണ്ണം കാണുന്നില്ല. जिस रीति से वो लोग देखना चाहिए वो लोग नहीं देख पा रहे. എത്ര ദുഃഖകരമല്ലേ? कितना दुख की बात है. നമ്മൾ കാണേണ്ടും വണ്ണം കാണുന്നുണ്ടോ പ്രിയരെ? जिस तरीके से हमें देखना चाहिए वैसा हम देख पा रहे हैं क्या? ദൈവവചനത്തെ കാണേണ്ടും വണ്ണം കാണാൻ കഴിയുന്നുണ്ടോ? प्रभु का वचन को सही रीति से हम देख पा रहे हैं क्या? ഞാൻ ചിന്തിക്കുകയാണ്, ഈ വചനത്തെ എഴുതിയിരിക്കുന്ന ആളുകള് ഈ നാളുകളിൽ ദൈവം ആ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചത് കൊണ്ട് ഈ നമുക്ക് പിന്നെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിൽ അത് പഠിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ എത്ര വലിയ സന്തോഷമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉദിക്കുന്നത്. इन दिनों में प्रभु का जो गहराई बातों का जो अभ्यास जो हम सीख रहे हैं, उस सब बातों को समझने के लिए हमारे मन की आंखों ने प्रभु खोलकर, वो समझ की बातों को खोलकर, प्रभु ने हमें बुद्धि और प्रकटीकरण का आत्मा देकर, वो ज्ञान बढ़ाकर हमें जो उस विषय में प्रभु में पहचान पाया है, वो कितना बड़ा आनंद उत्पन्न करने वाला बात है. ഞാനൊരു കാര്യം പറയട്ടെ. मैं एक बात कहना चाहता हूँ. ഇന്ന് നമുക്ക് വചനം വായിക്കുമ്പോൾ അതിനകത്തെ ആ ആഴമായ സത്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? आज जब हम वचन पढ़ते समय में उस वचन में छुपा हुआ असीम धन को क्या हम देख पा रहे हैं क्या? നിങ്ങളത് കാണുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. यस, अगर वो बात अगर आप दिख नहीं रहा है तो उसके लिए प्रार्थना करना है. ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെയൊക്കെ ഒരുപാട് സ്പീഡിൽ ഇങ്ങനെ വചനങ്ങൾ വായിച്ചു പോകാറുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ ഒരധ്യായം വായിക്കാൻ ഒരാഴ്ച പോരാ. आज देखो, एक जमाना था मैं सब वचन को बस ऐसे फटाफट पढ़कर जाता था, लेकिन आज एक अध्याय भी अगर पढ़ना है तो मुझे एक हफ्ता कम पड़ता है. ഞാൻ തിരുവചനം എത്ര പ്രാവശ്യം വായിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. मैंने प्रभु का वचन को मैंने कितना बार पढ़ा है वो मैं नहीं बताना चाहता. എന്നാലും എനിക്ക് തോന്നുന്നു ഈ തലമുറയില് അനേകരെക്കാളും അധികം പ്രാവശ്യം പ്രായിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. लेकिन मैं प्रभु को धन्यवाद देना चाहता हूँ कि इस पीढ़ी में बहुत लोगों से ज्यादा बार बाइबल पढ़ने का प्रभु ने मुझे मौका दिया है. प्रभु की स्तुति हो. എന്നാല് അന്ന് കണ്ടതിനേക്കാളും ഇന്ന് ആ വചനങ്ങളെ ഞാൻ ചില
വിശുദ്ധന്മാരുടെ ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരുടെ വചനപഠന രീതികളൊക്കെ പഠിച്ചപ്പോൾ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ആഴങ്ങളെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. तो उसके लिए लेकिन इन दिनों में ये समयों में जब प्रभु ने मुझे दूसरे भाइयों का गवाहियों और उनका जीवन चरित्रों को और उन लोग ने किस तरह वचन का गहरा अभ्यास किया और बातों को जब मैं वो बात भी पढ़कर मैंने समझने लगा तो मुझे प्रभु का वचन में और गहराई में घुसने के लिए प्रभु ने अवस्था खोला. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, मैंने आप लोगों को बोला है ആദ്യം ഒരു മരത്തെ ചോട്ടിൽ നിന്ന് കുലുക്കുന്നു. पहला हम लोग पेड़ को क्या करते हैं, सिर्फ साइड में रुककर उसको थोड़ा हिलाते हैं. അപ്പോൾ നല്ലപോലെ വെട്ടത് വീഴുന്നു. तो जो अच्छा फल पका हुआ फल है वो गिरता है. അതിനുശേഷം വീണ്ടും ആ മരത്തെ കയറിയിട്ട് അതിന്റെ ഓരോ കൊമ്പുകളും കുലുക്കുന്നു. उसके बाद पेड़ में चढ़कर उसके एक एक डालियों को हिलाएगा. അപ്പോൾ കുറച്ചുകൂടെ പഴുത്ത് വീഴുന്നു. तो उसमें भी और थोड़ा जो पका हुआ फल गिरता है. അതിനുശേഷം ഓരോ കൊമ്പുകൾ കുലുക്കുന്നു. उसके बाद एक एक डाली का शाखाओं को हिलाता हो. അപ്പോൾ അതിനേക്കാളും പഴുത്തത് വീഴുന്നു. तो और उसी तरह और पका हुआ फल गिरता है. ഓരോ ഇലയും മാറ്റി നോക്കുന്നു. उसके बाद एक एक पत्ते को हटा कर देख रहा हूँ. അപ്പോൾ ഒരെണ്ണം പോലും ശേഷിക്കാതെ എല്ലാം ലഭിക്കുന്നു. जिसके वजह से अभी उस पेड़ में जितना भी फल है वो सब लोगों को मैंने वो सब फल को इकट्ठा कर दिया, कुछ भी बाकी नहीं रहा. ഇത് വചനപഠനത്തിന്റെ ഒരു നല്ല രീതിയാണ്. ये एक वचन का शिक्षण का एक बहुत गहरा पढ़ने का एक सही रीति है. ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മാസം വേണം. तो ये गहराई में जब मैं घुसा तो तब मुझे समझ में आया एक चैप्टर का एक अध्याय का मुझे शिक्षण करने के लिए उसमें अभ्यास करके गहरी बातें समझने के लिए कम से कम 1 महीना तो लगेगा. എന്നാ ടേസ്റ്റ് അറിയോ, क्योंकि वो कितना स्वादिष्ट है प्रिय. ഈ വചനം എത്ര ഇത് തേനിനേക്കാളും മധുരമുള്ളതെന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ശരിയാണെന്ന് അത് ആഴത്തിൽ അനുഭവിക്കാൻ കഴിയും. Yes, अब वो बात ये क्योंकि ये वचन जो दाखमधु से भी मीठा है करके बोलते समय में वो वास्तव में अनुभव केवल लोग को एकदम आसानी से वो बात बता सकते हैं. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. आप ये अनुभव पाने के लिए आप प्रार्थना करें. നമ്മള് 119:18 എന്താ പറയുന്നത്? 119 भजन संहिता का उसका 18 वचन क्या कहता है? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. तेरा व्यवस्था की अद्भुत बातों को समझने के लिए मेरा आंखों को खोलो. എന്റെ കണ്ണുകളെ എന്ത് ചെയ്യണം? मेरा आंखों को क्या करना है? കർത്താവ് തുറന്നു തരണം. हे प्रभु आप मुझे खोल के दो. കർത്താവ് തുറന്നില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. क्योंकि प्रभु अगर आप नहीं खोलेंगे तो मैं देख नहीं पाऊंगा. ഓ തുറന്നില്ലെങ്കിൽ ഒരു അപകടമുണ്ട് കേട്ടോ. और नहीं खुल पाए तो बहुत एक दुर्घटना है. അതും ഞാൻ പറഞ്ഞേക്കാം. वो भी मैं बता देता हूँ. നമ്മള് ക്രിസ്തുവിലായി കഴിഞ്ഞിട്ട് നമ്മള് ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ തക്കോണം ദൈവം നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറന്നു തരണം. इसलिए हम लोग मसीह में हो जाने के बाद उस प्रभु में बने रहकर उस प्रभु का वचन के गहराई बातों को और अद्भुत बातों को समझ के आने के लिए हमारा आंखों को खोलना बहुत जरूरी है. അങ്ങനെ തുറന്നില്ലെങ്കിലോ? उस तरह खुल गया नहीं खुला है तो തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷിക്കും. खुल गया तो बहुत ही आनंद उठाएंगे. ഇല്ലെങ്കിൽ സങ്കീർത്തനം 13:3 വായിക്കുന്നത് अगर नहीं खुला तो भजन संहिता 13:3 में हम पढ़ते हैं. ഈ പാട്ട് उसका बी पार्ट में ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. मेरी आंखों में ज्योति आने दे, हाँ. नहीं तो मुझे मृत्यु की नींद आ जाएगी. കണ്ടോ? അപ്പോൾ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. मेरा मृत्यु का दिन ना आने के लिए मेरा आंखों को खोल दे, कर दे. നമ്മൾ വളരെ സൂക്ഷിക്കണം. इसलिए प्रियो बहुत संभलना है. നമ്മൾ വിശ്വാസത്തിൽ വന്ന ശേഷം നമ്മുടെ ഹൃദയ കണ്ണുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതലായി ശോഭിക്കട്ടെ. इसलिए हमें एक दिन विश्वास के जीवन में बढ़ते समय में एक दिन हमारे मन के आगे और भी अधिक से अधिक चमकने दो. ഇന്ന് പലർക്കും കാണാൻ കഴിയുന്നില്ല. आज भी बहुत लोगों को सही रीति से देखने का तरीका जो रीति है वो देख नहीं पा रहे उन लोग. കാരണം എന്താ അറിയോ? कारण क्या है? ഹൃദയത്തിൽ രോഗം. क्योंकि हृदय अभी भी एक बीमारी आ चुका है. ഹൃദയത്തിൽ രോഗം വന്നാൽ हृदय में अगर बीमारी आ गया तो അതിന് സാരം എന്തെങ്കിലും പാവം കയറി ഹൃദയത്തിൽ വാണാൽ അല്ലെങ്കിൽ വസിച്ചാൽ, मतलब कहने का उद्देश्य है कि अगर कोई भी पाप हमें पकड़कर हमारे हृदय में अगर राज करने लगा तो ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടും. तो आत्मीय नजरिया हमारे कम होने लगेगा. നമുക്കൊരു വാക്യം വായിക്കാം. एक वाक्य पढ़ेंगे. വിലാപങ്ങൾ विलाप गीत ലെമന്റേഷൻ लैमेंटेशन അതിന്റെ 5:17 उसका 5:17. ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു, ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. पढ़ेंगे. इस कारण हमारा हृदय निर्बल हो गया है, इन्हीं बातों से हमारी आंखें धुंधली पड़ गई है. देखो आंखें धुंधली पड़ गई है. ദൈവമക്കളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. इसलिए प्रिय एक बात समझे. നമ്മൾ ഇന്ന് കാണേണ്ടതിന് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? क्या आज जिस बात को हमें देखना चाहिए वो सही रीति से हम देख पा रहे हैं क्या? നമ്മുടെ കർത്താവിനെ നമുക്ക് വാസ്തവമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? क्या प्रभु को हम वास्तव में हम लोग समझ पाए क्या? നമ്മുടെ കർത്താവിനെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, अगर हम लोग प्रभु को समझ जाएंगे तो ഞാൻ നിങ്ങളോട് പറയട്ടെ, मैं आपसे एक बात कहना चाहता ഈ हूँ. ലോകയാത്രയിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടുകയില്ല. तो ऐसा प्रभु को सही रीति से पहचान लिया तो इस संसार की यात्रा में हम कुछ भी बात पर डरेंगे നാം नहीं. ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുകയില്ല. कोई भी बात में हम लोग चिंताकुल होकर व्याकुल नहीं होंगे.
അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. हमारे में सही रीति से जानकारी ना होने की वजह से हम ये सब बातों में गिर जाते हैं. നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ हमारा मन की दृष्टि को जब चमक आता है, നമ്മുടെ കർത്താവ് എത്ര മഹത്വാനം നമ്മൾ കാണും. हमारा प्रभु कितना महान है हमको देखने मिलेगा. അത് നിങ്ങൾ കാണണം, ये बात को देखना है, ഈ വചനത്തിലൂടെ കാണണം. ये वचन के द्वारा देखना है. ഞാനൊരു വാക്യം വായിപ്പിക്കട്ടെ. एक वाक्य मैं पढ़ाना चाहता हूँ. 1 തിമോത്തി 6:15-16. पहला तिमोथी 6 का 15 और 16. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. അപ്പോൾ ഇവിടെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. इधर पढ़े. जो परम धन्य और एकमात्र अधिपति और राजाओं का राजा और प्रभुओं का प्रभु है और अमरता केवल उसी की है और वह अगम्य ज्योति में रहता है और न उसे किसी मनुष्य ने देखा और न कभी देख सकता है. उसकी प्रतिष्ठा और राज्य युगानुयुग रहे. आमीन. हाँ, उसको कोई मनुष्य देखा नहीं है, ना ही कोई उसे देख सकता है. പ്രിയമുള്ളവരെ, അവൻ ആരാണ്? वो कौन है प्रभु प्रियो? അവൻ രാജാതിരാജാവ്, वो राजा है, അവൻ കർത്താതി കർത്താവ്, प्रभुओं का प्रभु है. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, एक ऐसा ज्योति में जी रहा है जिसके सामने कोई सामने जा नहीं सकता, ആരും കാണാത്തവൻ, कोई उसे देख नहीं सकता കാണാൻ കഴിയാത്തവൻ. और कोई उसको जो देखने के चाहत भी नहीं रख सकता. ഓ, എത്ര വലിയ കാര്യമല്ലേ? कितना बड़ी बात है ना. നമ്മൾ ചിന്തിക്കണം. നമ്മള് അതേ കർത്താവിനെ കുറിച്ച് തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാനം 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, वही प्रभु के बारे में प्रकटीकरण का पुस्तक उसका 19 का 16 में हम पढ़ते हैं. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. पढ़ेंगे 19 का 16. उसके वस्त्र और जाग पर यह नाम लिखा है, राजाओं का राजा और प्रभुओं का प्रभु. അയ്യോ, ഇത് കണ്ടോ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ ദൈവമക്കളെ. देखो यहाँ पर प्रभु के बारे में वर्णन किया बातें हैं प्रियो. അവിടുന്ന് ആരാണ്? वो कौन है? അവിടുന്ന് രാജാവും കർത്താതി കർത്താവും. वो राजा और प्रभुओं का प्रभु है. എത്ര വലിയ കാര്യ, कितना बड़ी बात है वो. അല്ലേ? നമുക്കറിയാം, പിന്നെ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ തന്നെ കിടക്കുന്ന വന്ന വിദ്വാൻമാർ എന്താ പറഞ്ഞേ? മത്തായി 2:2 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. मत्ती का पुस्तक 2:2 में हम देखते हैं कि प्रभु का जन्म के बाद जो बुद्धिमान लोग जब आए थे, പിന്നെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവരുടെ രാജാവായി പിറന്നവരുടെ तो यहूदियों का राजा जो जन्म लिया है वो किधर है, मतलब राजा ही होकर जन्म लेने वाला बच्चा किधर है, वो व्यक्ति किधर है पूछता है. ഈ ലോകത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. इस दुनिया में ऐसा कोई भी जन्म नहीं लिया है. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവൻ രാജാവായി പിറന്നവനാണ്, അവൻ പിറവിയിലെ രാജാവാണ്. लेकिन हमारे प्रभु के विषय में कहता है क्या है कि वो राजा बनकर जन्म लेने वाला कौन है, बल्कि राजा जन्म से ही वो राजा है. ഓ, നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. हमारा प्रभु कितना बड़ा और महान है. നമ്മൾ ഈ കർത്താവിനെ അറിയുന്നുണ്ടോ? क्या इस प्रभु को आप जान पा रहे हैं क्या? കർത്താവിനെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാത്തത്. हम लोग प्रभु को सही रीति से जान ना पाने की वजह से उनके लिए उपयोगी नहीं बन पा रहे. प्रभु का स्तुति हो. ഓ, നമ്മുടെ ഈ കർത്താവിനെ അറിയണം. हमें इस प्रभु को जानना है. ഈ കർത്താവിനെ കുറിച്ചൊന്ന് അറിയണം. इस प्रभु के विषय में सही रीति से जानना है. ജീവജലനദി ഒഴുകുക, कभी जीवन का श्रोता नदियां बहते रहेगा. അപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ഇങ്ങനെ അണപൊട്ടി ഒഴുകുന്നത് പോലെ ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുക എന്റെ ഉള്ളിൽ നിന്നും. क्योंकि अभी मेरे अंदर से आपके विषय में बोलने के लिए एकदम फूट कर नदियां बह रहा है. 1 Corinthians 2:6-7 വായിക്കുമ്പോൾ, पहला कुरिन्थी उसका 8वां अध्याय है, उसका 6 और 7 में पढ़ते हैं. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, एक ही पिता है, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. കണ്ടോ, എല്ലാവർക്കും ഈ അറിവില്ല. 6 पढ़ना, 8 का 6 और 7 का शुरुआत. हमारे लिए तो एक ही परमेश्वर है, अर्थात पिता, जिसकी ओर से सब वस्तुएं हैं और हम उसी के लिए है, और एक ही प्रभु है, अर्थात यीशु मसीह, जिसके द्वारा सब वस्तुएं हुई और हम भी उसी के द्वारा है. पर सबको यह ज्ञान नहीं. देखो, सबको ये ज्ञान नहीं है. എല്ലാവർക്കും അറിവില്ല. सबको ये ज्ञान नहीं है. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് ദൈവമക്കളായി നമുക്കുണ്ടായിരിക്കണം. लेकिन प्रभु के विषय में ये ज्ञान हम जो परमेश्वर के बच्चे हैं हमें होना चाहिए. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി വന്നതിന് എന്തിനു വേണ്ടിയാ? हमारा परमेश्वर इस दुनिया में मनुष्य बनकर आया, उसका कारण क्या है? യഥാർത്ഥ സത്യ ദൈവത്തെ വെളിപ്പെടുത്താൻ. जो सत्य परमेश्वर कौन है वो प्रकट करने के लिए. ത്രിയേക ദൈവം എന്നുള്ളത് വാസ്തവമായിട്ടും
പ്രിയമുള്ളവരെ, അത് വളരെ ദൈവാത്മാവിൽ മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. क्योंकि त्रिएक परमेश्वर का जो सच्चाई है, उन त्रिएक परमेश्वर का व्यक्तित्व का अवस्था, उनका पहचान सिर्फ आत्मा जो नया जन्म पाया हुआ आत्मा प्राप्त किए लोगों को ही मिलेगा. ഈ ലോകത്തിലെ ദൈവത്തെ കുറിച്ച് അറിവില്ല. क्योंकि ये संसार को परमेश्वर के बारे में जानकारी नहीं ഈ है. ദൈവത്തെ അവർ അറിഞ്ഞിട്ടില്ല. वो लोग परमेश्वर को अभी तक जाने नहीं है. എന്നാൽ ഈ ദൈവത്തെ യഥാർത്ഥമായി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. ये सच्चा परमेश्वर कौन है प्रकट करके देने के लिए प्रभु यीशु मसीह मनुष्य बनकर आया. Praise the Lord. प्रभु का स्तुति हो. നമ്മള് യോഹന്നാൻ 1:18 വായിക്കുന്നത് എന്താ പ്രിയമുള്ളവരെ? യോഹന്നാൻ 1:18 में हम क्या पढ़ते हैं? യോഹന്നാൻ का सुसमाचार. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. परमेश्वर को अभी तक किसी ने देखा नहीं है. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. पढ़ेंगे. परमेश्वर को किसी ने कभी नहीं देखा, एकलौते पुत्र जो पिता की गोद में है उसी ने उसे प्रकट किया. देखो प्रकट किया है. അപ്പോൾ ഈ പുത്രൻ ഈ ലോകത്തിൽ മനുഷ്യനായി വെളിപ്പെടുവാൻ കാരണം तो इस दुनिया में परमेश्वर मनुष्य बनकर आने का कारण ഇവളൊരു അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തരുവാൻ. अदृश्य परमेश्वर को प्रकट करके देने के लिए. ഈ ഒരു വാക്യം വായിപ്പിക്കാതിരിക്കാൻ പറ്റിയല്ല. अभी और एक वाक्य बिना पढ़े वो हो नहीं सकता. നമ്മൾ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 18 വരെ വായിക്കുമ്പോൾ कोलोसन का पुस्तक पहला अध्याय उसका 15 से 18 पढ़ते समय में അയ്യോ ഇതൊക്കെ ഒഴുകാട്ടോ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ये तो सब बातें बह रहा है, आप लोग ध्यान पूर्वक सुनना. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. 15 से 18 तक. वह तो अदृश्य परमेश्वर का प्रतिरूप और सारी सृष्टि में पहलौठा है, क्योंकि उसी में सारी वस्तुओं की सृष्टि हुई, स्वर्ग की हो अथवा पृथ्वी की, देखी या अनदेखी. क्या सिंहासन, क्या प्रभुताएं, क्या प्रधानताएं, क्या अधिकार, सारी वस्तु उसी के द्वारा और उसी के लिए सृजी गई है. वही सब वस्तुओं में प्रथम है और सब वस्तुएं उसी में स्थिर रहती है. वही देह अर्थात कलीसिया का सिर है, वही आदि है और मरे हुओं में से जी उठने वालों में पहलौठा और सब. ഇനി എന്താ ഇതൊക്കെ ഒന്ന് വിശദീകരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ये प्रिय अभी अब और क्या बताओ, इस सब बातों का वर्णन करने के लिए मुझे बहुत आग्रह है. ഒരു വാക്യം കൂടെ ഇനി വായിപ്പിക്കണം. लेकिन एक और वाक्य पढ़ाना चाहता हूँ. അതിന് 2:9 उसका 2:9 भी. കൊളോസ്യർ 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. आमेन आमेन. ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. वो भी पढ़े. उसमें ईश्वरत्व की सारी परिपूर्णता वास करती है. देखो उसी में मसीह में ईश्वरत्व का सारा संपूर्णता उसी में वास करता है. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കണമെങ്കിൽ ഇനി എന്തുമാത്രം സമയങ്ങളുണ്ട്. ए प्रिय, ये बात का अगर वर्णन करने के लिए कितना और अधिक समय चाहिए. എന്നിലും നിങ്ങളിലും വസിക്കുന്ന ആ ദൈവത്തെ നമ്മളൊന്ന് കാണണം. मुझ में और आप लोगों में बसा हुआ उस प्रभु कौन है, ये बात आप देखना है. ഈ കർത്താവ് നമ്മളിലുണ്ട്. ये प्रभु हम में है प्रियो. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? क्या आप लोग विश्वास करते हैं क्या? ഇന്നും പലരും അത് വിശ്വസിക്കുന്നില്ല. लेकिन आज भी बहुत लोग विश्वास नहीं करते. ഓ, അത് വിശ്വസിക്കണം പ്രിയമുള്ളവരെ. ये बात को विश्वास करना है. ഇതൊന്ന് കാണണം. ये बात को देखना है. ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ, ये बात को ढूंढ लेने के बाद, ഓ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയൊക്കെ മാറും. ये बात को ढूंढ लिया, पहचान लिया, तो फिर हमारा अवस्था बदल ഓ, जाएगा. നിങ്ങൾ എന്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ തുള്ളി ചാടിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ഇപ്പൊ എങ്ങനെ പറയേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. तो मैं इतना बड़ा आनंद में हूँ कि मैं अभी बता नहीं पा रहा किस रीति से आपको बताऊं. Praise the Lord. प्रभु का स्तुति हो. ദൈവമക്കളെ, നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയണം. हे प्रियो, हमें अपने प्रभु को जानना है. അവന് നമ്മൾ വളരണം. उस प्रभु में हमें बढ़ना ഈ है. വളർച്ച പ്രാപിക്കുന്നതനുസരിച്ച് കർത്താവിന്റെ ആ പ്രകാശനം നമ്മളിൽ വർദ്ധിക്കും. इस जानकारी के हिसाब से, उस पहचान की उत्तमता की वजह से हम लोग प्रभु के श्रेष्ठता में हम बढ़ते ആ रहेंगे. കർത്താവ് നമ്മളിൽ പൂർണ്ണമായും വെളിപ്പെടും. ताकि वो प्रभु हमारे में अंदर पूर्ण रीति में प्रकट होए. ആ കർത്താവിന് നമ്മൾ അധികം പ്രയോജനപ്പെടും. और उसकी वजह से हम प्रभु के लिए और फायदामंद होएगा. എന്നാൽ ഈ കർത്താവിനെ കുറിച്ച് എല്ലാവർക്കും അറിവില്ല. लेकिन सब लोगों को प्रभु का ये पहचान नहीं है. ഈ അറിവ് പ്രാപിക്കണം. ये पहचान पाने के लिए प्रार्थना करें. ഈ അറിവിലൂടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളിലുള്ള നമ്മുടെ പ്രാണന്റെ രക്ഷയിലും വളരാൻ കഴിയുന്നത്. ഈ അറിവിലൂടെ हमारा प्राण के उद्धार में बढ़ोतरी भी अगर पाना है तो प्रभु का यह पहचान के आधार पर है. ഇതിനെ ഞാൻ വളരെ ആഴത്തിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. मैं इसलिए इस विषय में बहुत गहराइयों से मैं आपको लेकर जाना चाहता हूँ. വളരെ പ്രാർത്ഥനയോടെ കേൾക്കണേ. इसलिए प्रार्थना पूर्वक आप लोग सुनना. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे. കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ. प्रभु का अनुग्रह आप सब में बना रहे. ആമേൻ. आमीन.